സാർ. ആ വായിടേ. ഇല്ല സാർ, ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ ഈ കോളേജിൽ ഏറ്റവും വലിയ സീനിയോറിറ്റി നിനക്കല്ലേ, അവിടെ ധൈര്യമായിട്ടിരിക്കാം. പിന്നൊരു കാര്യം, എൻ്റെ മോനെ പോലെയാണ് പറയണമെന്ന് നീ വിചാരിക്കരുത്. കാരണം നിനക്ക് എൻ്റെ പ്രായമൊക്കെ കഴിക്കും. ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാം. സാർ എന്താണ് പറയാൻ പോണെന്ന് പറയണം സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇടേ, നീ ഈ കോളേജിൽ തന്നെ ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാർ എന്നെ വിളിച്ചു വരുത്തിയത് കളിയാക്കാനാണല്ലേ? ഛേ, 2 പയ്യന്മാർ എന്നോട് ഒന്ന് പറയണത് നീ എക്സ്പയർഡ് ആയിട്ട് കഴിക്കുന്നു. നിന്റെ കാലാവധി കഴിഞ്ഞെന്ന് ഇവിടുത്തെ. ആര് സാർ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറയണ ധൈര്യം ഇവിടെ ആർക്കുണ്ട് സാർ? നീയാണ് ഇവിടെ പയ്യന്മാരെ ചീതാക്കണമെന്നാ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. സാറേ അങ്ങനെ പറഞ്ഞാരെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞത് നിന്റെ ഇടവും വല്ല നിൽക്കണമെന്നാണ് അവന്മാർ പറഞ്ഞത്. പേരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇടവും വല്ല നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ കിഴങ്ങാൻ നിന്റെ ഇടവും വല്ലവും നിൽക്കണവന്മാരെന്നാണ് പറഞ്ഞത്. എനിക്കങ്ങനെ അറിയാം. നീ പോയി അന്വേഷിച്ച് പോ. പക്ഷേ ഇടേ, നീ വിഷമിക്കണ്ട. ആൾക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം. നീ ഒരു അധികപ്പറ്റായി പോകലടേ. അതേപ്പറ്റിയാണ് ഞാൻ കോളേജിൽ പോകാം സാർ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ സമയമായിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, കിട്ടാനുള്ള പേപ്പറൊക്കെ ആദ്യം എഴുതിയെടുത്ത് ഇതിൻ്റെ ഈ കമ്പനിയൊക്കെ നിർത്തിയിട്ട് നന്നായി പഠിക്കും കേട്ടാ. സാറേ എന്നാലും അത് പറഞ്ഞാല് സാറേ. നീ മനസ്സിലായി നിന്റെ ഇടവും വലവും എനിക്കെങ്ങനെ അറിയാം? നീ പോയി അന്വേഷിക്കടേ. ഓട്ടോ സാറേ. വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ഇല്ല. ചെന്ന് അന്വേഷിച്ചോട്ടെ, അപ്പം അറിയും കാര്യങ്ങൾ. മമ്മൂ, ആ പ്രിൻസിപ്പളിന്റെ വെഡിങ് ആനിവേഴ്സറി കുളമാക്കിയപ്പോൾ നിനക്കൊക്കെ സമാധാനമായില്ല? അയ്യോ സാറേ, അങ്ങനെ പറ്റിപ്പോയി. അവന്മാരൊക്കെ ഫുള്ള് വെള്ളമടിച്ച് സൈഡായി പോയി. ആ കുമാരേട്ടനാണ് കള്ളു മേടിച്ചു കൊടുത്തത്. കുമാരൻ എന്നല്ലോ, കുമാരൻ നടിയപ്പി. നീയാണ് അവന്മാർക്ക് കള്ളു മേടിച്ചു കൊടുത്തെന്നുള്ള പ്രിൻസിപ്പൾ പറഞ്ഞു. അയ്യോ ഞാനോ സത്യമായിട്ട് സാർ, ഞാനല്ലോ സാർ. ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്, സാറിന് അറിയാലോ. അതും പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞടാ, നീ കുടിക്കൂല്ല മറ്റുള്ളവരോട് കുടിപ്പിക്കുള്ളൂന്ന്, കുടിപ്പിച്ച് കിടത്തുമെന്ന്. എന്തിനാണ് ആ പ്രിൻസിപ്പളിൻ്റെ വൈഫിനെ കുറിച്ച് അനാവശ്യം കുടിച്ചു പറഞ്ഞേ? ഡൈവോഴ്സ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞേ? ഞാനല്ലോ സാർ. പിന്നാരെ? എന്താണ് പരിഗണന? എന്താ ഞാനങ്ങനെ പറയും സാർ തോന്നുന്നുണ്ടോ? നീ അങ്ങനെ പറയും, അതുകൊണ്ടേ പറയാം. എൻ്റെ പ്രിൻസിപ്പൾ വ്യക്തമായിട്ട് പറഞ്ഞു. സാർ അങ്ങനെ പറഞ്ഞു. നിന്റെ ഇടവും വല നിൽക്കലാണ് ഈ പ്രശ്നം ഉണ്ടാക്കണേന്ന് ഒക്കെ പറഞ്ഞു. ഞാൻ കുമാരനോട് മാറി ചോദിച്ചു, അങ്ങനെ ഉരുളാണ്. ഞാൻ പറയിപ്പിച്ചോളാം. എടാ നിനക്കൊക്കെ പഠിക്കാൻ വന്നാൽ പഠിച്ചാൽ പോരെ. സാർ അങ്ങനെ സംഭവിച്ചു പോയി സാറേ. എന്ത് സംഭവിച്ചു എന്ന്? പ്രിൻസിപ്പൾ ക്ഷണിച്ചോ തന്നെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന്? അത് ആവശ്യമില്ല, വന്നിട്ട് ഭക്ഷണം കണ്ട അപ്പം കയറും. പ്രശ്ന ആണോ ഇല്ലാത്ത? അല്ല സാറേ, ഒരു സംശയം. ഈ കള്ളു കുടിച്ച് ആരെങ്കിലും വീട്ടിൽ കയറി അലമ്പുണ്ടാക്കിയ പബ്ലിക് നോയ്സിന് കേസ് എടുക്കും? അപ്പോ ഈ കള്ളു കുടിച്ച് അലമ്പുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കെതിരെയും കേസ് എടുക്കും അല്ലേ സാർ? എനിക്കറിയില്ല സാർ. ചിലപ്പോ തല്ലിക്കൊല്ലുമായിരിക്കും അല്ലേ സാർ? സാറ് ചിരിക്കണ്ട. തല്ലിക്കൊല്ലുന്നതിനെക്കാട്ടി ഭീകരായിരുന്നു സാറിന്റെ അന്നത്തെ ആ കവിത. സാറേ ഇവളുമാര് വെറുതെ പറയാ കവിത നല്ല രസമായിരുന്നു. എല്ലാവരും പറഞ്ഞു നന്നായിരുന്നു. ഇവർക്കെന്ത്, അവർക്ക് അറിയില്ലായിരിക്കും, മലയാള ഭാഷ അറിയില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലേ നീ വിഷമിക്കണ്ടടാ മമ്മു. നീ ഇത് കുറ്റം ചെയ്തിട്ടില്ലല്ലോ കേട്ടോ. എന്തായാലും നീ ധൈര്യമായിട്ട് കേട്ടോ. സത്യം എന്നാലും പുറത്ത് വരും സാറേ. സത്യം വരും, ഉറപ്പായിട്ട് വരും കേട്ടോ. അത് ആ ഒറ്റ ഫിലോസഫി മനസ്സിലാക്കിയാൽ മതി. പുറത്ത് വന്നാൽ ഞാൻ പുറത്ത് കൊണ്ടുവരും കേട്ടോ. കൂടെ നിന്ന് ആരെ ചതിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും സാർ. നിനക്ക് പറ്റൂടാ കേട്ടാ. നീ പോക്കോ. സത്യം പുറത്ത് വരും എന്തായാലും. ഞാൻ പ്രിൻസിപ്പൾ അടുത്ത് പറഞ്ഞോളേ കേട്ടാ. തലയും വാലും ഒക്കെ എവിടെ പോയി? തലയും വലും എടവും വലോ സാധാരണ ആൾക്കാരുണ്ടാവാറുണ്ടല്ലോ, അതൊക്കെ എവിടെ പോയി? ഭാസനോ കാളിദാസനോ ഷെല്ലിയോ അതോ ഷേക്സ്പിയറോ ഇവരെ അടിച്ചു മാറ്റി പറഞ്ഞോന് അഭിനന്ദനം. നിർത്തടി. ഈ ദാസനും കാളിദാസനും ഷേക്സ്പിയറും ഷെല്ലിയൊക്കെ അടിച്ചു മാറ്റി വെക്കാൻ ഒരു യോഗമൊക്കെ വേണം അല്ലേ? നാളെ പുലിയാണ് ഏട്ടാ, ക്ലാസിക്കലേ വെക്കൂ. വല്ലതും കഴിക്കാമെന്ന് കഴിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. ആർക്കാരെ അറിയാവുന്ന പ്രദീപ, നിന്റെ കൂടെ വന്നേരം ഇപ്പൊ നിന്നെ ചതിച്ചിട്ട് പോയില്ലേ? മതിയാലോ. ആരോട് ചോദിച്ചത്? കൂടെ വന്നവര് കൂടെ വന്നവർ ചോദിച്ചു. നമ്മളടുത്തല്ല വാക്സാമർത്ഥ്യം കാണിക്കേണ്ടത്. ദാ വന്നു കള്ളിന്റെ ഹോൾസെയിൽ. അനാവശ്യം പറയരുത്, കാരണം ഉച്ച അടിച്ചാൻ പോയിക്കും. പിന്നെ ഒരു പതിവ്രതം വന്നിരിക്കും. ഇവിടെ കോളേജിൽ എല്ലാവർക്കും അറിയാം മമ്മു തന്നെ കൂട്ടുകാർ കള്ള് വാങ്ങിച്ചെടുത്ത് വഷളാക്കുന്നേന്ന്. തെളിവുണ്ടോ? ഒന്നിനും ഒരു തെളിവില്ല മമ്മു. ഒരു ബോണ്ടയും ചായ. ബോണ്ട വേണ്ട ചേട്ടാ, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാ. തന്നടി കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാലപ്പഴക്കം വന്നാലേ അച്ഛനമ്മമാരെ വലിച്ചെറിയണ കാലമാണിത്. പിന്നെയാണ് കൂട്ടുകാർ. എന്താണ് അങ്ങനെ പറഞ്ഞത്?
നിങ്ങളറിഞ്ഞാ ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അത് പരമമായ സത്യമല്ലേ ചേട്ടാ? ഇവിടെ കാര്യം എന്താ വെച്ചാൽ പറ. ഡേയ്, ഇവിടെ കോളേജിലുള്ള എല്ലാ പയ്യന്മാരെ ഇല്ലാതാക്കണത് ഞാനാണെന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത്. അത് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഇടവും വലവും നിൽക്കുന്നവന്മാരാണെന്ന്. അങ്ങനെയാണ് എനിക്കും ചിലത് പറയാനുണ്ട്. പ്രിൻസിപ്പൾ പാർട്ടിക്ക് നിങ്ങൾക്ക് കണ്ടവർക്കും കള്ള് മേടിച്ചു തന്നത് ഞാനാണെന്ന് പ്രിൻസിപ്പൾ ബാലൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ആരങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഇടവും വലവും നിൽക്കുന്ന ആൾക്കാർ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക ആരാ ഇടവും വലവും. എടേ എന്ത് പാടേ ഇടതും വലതും ഒക്കെ? എന്താ പ്രശ്നം? എന്താ സാറേ കാര്യം പറഞ്ഞായിരുന്നു, ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ അടിച്ചു മാറ്റണം ഞാനാണെന്ന്. ഇവിടുത്തെ പുസ്തകങ്ങളൊക്കെ അടിച്ചു മാറ്റണം ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കുടുംബത്തിൽ പറഞ്ഞ പയ്യന്മാരെ മുഴുവൻ ഇല്ലാതാക്കണം ഞാനെന്നാണ് പറയണത്. ശരിക്കും പയ്യന്മാരൊക്കെ ഇല്ലാതാക്കണം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കിട്ട് പണി വന്നതോ? നിങ്ങൾക്ക് ഉണ്ടാകും കള്ളം അടിച്ചെന്ന് ഞാനാന്ന് പറഞ്ഞു വരുത്തിയതാരാ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ? ഒരു കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാന്ന് പിടികിട്ടാത്തത്? അതാണ് എനിക്ക് ഒട്ടും പിടികിട്ടാത്തത്. എൻ്റെ കൂടെ നിൽക്കണവന്മാരാണ് എനിക്കിട്ട് വെച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ആരെ സംശയിക്കണം? തിരിച്ചും അങ്ങനെ തന്നെ. അപ്പോൾ ശരിയാ. എടേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ കഥകളിലും ഒരു ഇടതും വലതും ഉണ്ടല്ലോ. എൻ്റെ ഒരു ബുദ്ധിസാമർഥ്യവും ഭാഷാ പരിജ്ഞാനം വെച്ചൊരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ പുറകിൽ സൂത്രധാരൻ ഒരാളാണ്, പിന്നെ നമ്മുടെ കുമാരനും. ഒരു പണി, കുമാരനെ പൊക്ക പ്രിൻസിപ്പളോട് ഞാൻ സംസാരിക്കാം. അതും കൂടെ എടുത്തോ. സാറേ, ക്യാൻറ്റീനിൽ പൊരിഞ്ഞടി. ആരൊക്കെ? നമ്മുടെ രവിയും അമ്മും പൊറിഞ്ഞും തമ്മിലടി, കൂട്ടടി, അടിച്ച് പിരിഞ്ഞവര്. ആ, കഷ്ടമായിപ്പോ. ഇനി അവര് ജീവിതത്തിലൊന്നും നിൽക്കുന്നു എനിക്ക് തോന്നണം സാറേ. അയ്യേ, ഇത്രയും നല്ല സുഹൃത്തുക്കൾ ലോകത്ത് ഒരു കോളേജിലും കാണില്ല. സത്യം സാർ, ഇത്ര ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതിനു? ഛേ, ആ ആത്മാക്കളല്ലേ അടിച്ചു പിരിഞ്ഞ് പോയത്. കേട്ടപ്പം കൈയും കാലം തളരണ പോലെ. എന്താ സാറേ, കൈ കാലം തളർന്നോ? ഹോസ്പിറ്റലിൽ പോ. വേണ്ട, ഞാൻ ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ. സാർ ചെല്ലേ, സാർ ചെല്ലേ. കുഴപ്പമില്ലല്ലേ? ഇല്ലല്ലേ. ഹലോ. ആ ആ അടിച്ച് പിരിഞ്ഞു കേട്ടാ. അവന്മാരടിച്ച് പിരിഞ്ഞ് നീ പറഞ്ഞ പോലെ തന്നെ കുമാരൻ ശരിക്കും പണിയെടുത്തു. ഇനി ഒരിക്കലും അവന് ഒരുമിക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വഴക്ക് പറയരുത് കേട്ടാ. വയ്ക്കട്ടാ, വയ്ക്കണേ. തീരുമാനമായി. ഇനി ശരിയാവില്ല. ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് അവനൊക്കെ ശക്തികൾ. അടിച്ച് പിരിയണം.